ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് വാഗമണിലാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇല്ലിക്കൽക്കല്ല് പോയില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ആ റൂട്ട് കയറി വാഗമണിലേക്ക് പോകും. വാഗമണിൽ വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഏകദേശം സമയം ഒരു 4 മണിയായി. ചുമ്മാ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് വാഗമൺ മെഡോസിലാണ്. ഇവിടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. കൊള്ളാം, നല്ല സ്ഥലമാണ്. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് മഴക്കാലത്ത് മാത്രമേ സംഭവമായിട്ടുള്ളൂ കേട്ടോ. കാരണം മഴക്കാലത്ത് മാത്രമേ വേണ്ടാവും. നല്ല ഒരു പുൽമേടാണ് ഉള്ളു. മറ്റേ മഴ പെയ്തേം കൊണ്ട് കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ വന്നിട്ട് കുറച്ച് പച്ചപ്പുണ്ട്, അപ്പോഴേ രസമുള്ളൂ. വേനൽക്കാലമാണെങ്കിൽ മുട്ടക്കുന്നായിരിക്കും. കൊള്ളാം. എന്തായാലും ഫസ്റ്റ് ഒരു 1 ടൈം വിസിറ്റിനുള്ള സാധനമുണ്ട്. നല്ല കോടയൊക്കെ സൈഡിൽ കൂടെ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. പിന്നെ നല്ല വ്യൂ ആണ് കേട്ടോ. അപ്പം അങ്ങനെ എൻ്റെ ബാക്കിൽ ഇതിൽ കറക്റ്റ് മനസ്സിലാവുന്നില്ല, ഏറ്റവും ബാക്കിലൊരു പാറയാണ്. നമ്മൾ വരുന്ന വഴിക്ക് കാണുന്ന പാറയാണ്. അപ്പോൾ അതിൻ്റെ മേലെ എനിക്കറിയില്ല കറക്റ്റ് അതിൻ്റെ മേലെ പോകാൻ പറ്റുന്നു. പക്ഷേ അതിൻ്റെ മേലെ കുറേ ആൾക്കാരെ കാണുന്നുണ്ട്. വഴിയോ കാര്യങ്ങളോ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വണ്ടി ആക്സസ് ഉണ്ടോ എന്നും അറിയില്ല. ഇവിടെ നമുക്ക് ഇപ്പോൾ നേരത്തെ നിന്നതിൻ്റെ അപ്പം തൊട്ടടുത്തുള്ള നിന്നാൽ ഇവിടെ നമുക്കൊരു ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ വന്നിട്ട് ഫോട്ടോ എടുക്കാം. ഇവിടെ സിപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇന്നത് വർക്കിംഗ് അല്ലാന്നാണ് തോന്നുന്നത്. താഴെ ഒരു ചെറിയ ലൈക്ക് ഉണ്ട്. കൊള്ളാം, കുറേ നടക്കാനുണ്ട്. നല്ല റിലാക്സ് ആയിട്ട് കുറച്ച് നേരം നടക്കാനുണ്ട്. ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ നൈസാണ്, മക്കളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം. നൈസ് വ്യൂ ആണ് റൂമിൽ നിന്ന്. ടി വി കാര്യങ്ങളും എല്ലാം ഉണ്ട്. നീറ്റ് റൂമാണ്. ഒരു ബാൽക്കണി ഉണ്ട്. നല്ല കിടിലൊരു ബാൽക്കണി ഉണ്ട്. കണ്ട, അവിടെ നല്ല വ്യൂ ആണ്. അങ്ങ് ദൂരെ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പോൾ ചെറിയൊരു വെയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ ചെക്ക് ഇൻ ചെയ്തപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഏകദേശം 6 മണിയായി. അപ്പോൾ ഇപ്പോൾ മോർണിംഗ് ആണ്. നൈറ്റ് വ്യൂ ആണ്. കണ്ട, ബാൽക്കണിയിൽ വന്നിരിക്കാൻ നല്ല രസം. ബാത്റൂമുണ്ട്. ഇവിടെ ഷെൽഫുണ്ട്. ബാത്റൂം കുഴപ്പമില്ല, നീറ്റ് ആൻഡ് ക്ലീൻ ബാത്റൂമാണ്. ചൂടുവെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഇന്നലെ കിട്ടിയത് 1900 റേറ്റ് വരുന്നത്. ശരിക്കും ഞങ്ങളിപ്പോൾ മൺഡേ ആണ് ചെക്ക് ഇൻ ചെയ്തത്. അപ്പോൾ വീക്കെൻഡ് എല്ലാത്തേയും കൊണ്ടാണ് ആ റേറ്റ് കിട്ടിയത് കേട്ടോ. ശരിക്കും ഇത്ര 2200 അങ്ങനെന്തോ ആണ് റേറ്റ് വരുന്നത് റൂമിന്. ഇതിൻ്റെ പേര് വരുന്നത് വാഗമൺ ക്ലൗഡ് എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റേയിൻ്റെ പേര് വരുന്നത്. ഇത് ഏകദേശം നമ്മളെ പൈൻ ഫോറസ്റ്റിൻ്റെയൊക്കെ വാഗമൺ പൈൻ ഫോറസ്റ്റിൻ്റെയൊക്കെ അവിടെ നിന്നൊരു 1 കിലോമീറ്റർ മുന്നെയാണ് ഇത് വരുന്നത്. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് വാഗമണിൽ ഡേ 2 ആണ്. ഞങ്ങളിപ്പോൾ പൈൻ ഫോറസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഏകദേശം സമയം ഒരു 9:45 ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഇവിടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നേരെ ഇതിന് തൊട്ടടുത്താണ്. അവിടുന്ന് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നിടത്ത് 1.5 കിലോമീറ്റർ. ടിക്കറ്റ് വരുന്നത് 40 രൂപ സംതിങ് ഒക്കെയാണ്. ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പാർക്കിംഗ് ഉണ്ട്. പാർക്കിങ്ങിന് 30 റുപ്പീസാണ് കാറിൽ. ഒന്ന് കയറി നോക്കാം എങ്ങനെയുണ്ട്. ഏതുവരെ ഇവിടെ വന്നിട്ടില്ല, ഫസ്റ്റ് വിസിറ്റ് ആണെന്ന് നോക്കി നോക്കാം എന്താ സ്ഥിതി. ഇതാണ് ഗെയിംസിൻ്റെ എൻട്രി. കൊള്ളാം, നൈസല്ലേ. ഞാനിവിട്ടനെ ഇവിടെ ഇങ്ങനെ ഇത് ടൈല് ഒരു കല്ലാണ് മറ്റേ. അപ്പോൾ അതിലിങ്ങനെ ചരിവാകുമ്പോഴേ അവന് കാലിങ്ങനെ സ്ലിപ്പാവുക. അപ്പോൾ ആശ പേടിച്ചിട്ട് എൻ്റെ ഒക്കെ കയറിയത്. നല്ലതാണ്, നല്ല ഫ്ലോ മറ്റെടുത്ത് വരുന്നത്. ഓ, ഭയങ്കര സൗണ്ടാണ്. താഴെ കണ്ട എനിക്ക് താഴെ ഉണ്ടോ വെള്ളച്ചാട്ടമാണോ പുഴയോ എന്തോ ഉണ്ട് തോന്നുന്നു. ഭയങ്കര സൗണ്ട് വരുന്നുണ്ട്. കാറ്റിൻ്റെ സൗണ്ടാണോന്ന് അറിയില്ല.
നോക്കുന്നോ ഷോ എന്ത് വലിയ മരല്ലേ കണ്ണാ നടക്കുവോ ബാ നടക്കാം കിട്ടിയപ്പോ നേരത്തെ ആ നോക്ക് റെഡി ഓക്കെ കിട്ടില്ല ഫോട്ടോ കിട്ടില്ല ഫോട്ടോ ചെറിയൊരു വെള്ളം ചാടുന്ന ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് ചെറിയൊരു വെള്ളച്ചാട്ടം സംതിങ് എന്തോ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൊള്ളാട്ടോ നൈസ് എക്സ്പീരിയൻസ് ആണ് ഇതിൻ്റെ ഉള്ളിൽ പക്ഷെ വെയിലും കൂടി ഉണ്ടെങ്കിൽ ഇടുക്കാനായിരിക്കും ഇടുക്കാൻ സെറ്റപ്പാണ് നല്ല ഈ മരങ്ങളുടെ ഇടയിൽ കൂടെ ഗോൾഡൻ ലൈറ്റ് മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് ലൈറ്റ് വരുമ്പോൾ നല്ല രസമായിരിക്കും വാ വാ ലൈറ്റ് വന്നില്ലേ നീ എന്തിനാ ഇവനെ തൂക്കിയെടുക്കുന്നത് അവനെ കിട്ടും അവനെ കിട്ടുന്ന രീതിയിലല്ലേ ക്യാമറ വെച്ചിട്ടില്ലേ എപ്പോഴും അവൻ ആകാശത്തേക്ക് വരുത്തില്ല എവിടെ നിൽക്കണ്ട അവിടെ നിന്നോ അയ്യോ സ്വന്തമായിട്ട് കുന്ന് കയറുന്നു ഗൈസ് കയറി പഠിക്കട്ടെ ഇപ്പുറത്ത് ആ നോക്കി കയറിട്ടാ അപ്പം വന്ന ബാക്കിലുണ്ട് വീഴരുത് ആ കുഴപ്പമില്ല 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 ഒന്ന് ചരളി ചവിട്ടി വീണ് തെന്നിട്ട് അപ്പോൾ പേടിയായി ഇതിൽ കയറി നിങ്ങളെന്താ പൊട്ടന്മാർ പോലെ അവനറിയപ്പോ ഞാടും ഞാൻ വീഡിയോയിലുണ്ട് മോനെ അതെന്താ കയ്യില് ശരിയാ അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ നേരത്തെ രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ നല്ല തണുപ്പായിരുന്നു അങ്ങനെ ജാക്കറ്റും മുഡീസൊക്കെ കുത്തി കയറ്റി ഇപ്പോൾ പൈൻ ഫോറസ്റ്റ് കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വിചാരിച്ചാൽ നല്ല കാറ്റും കോടയും ഒക്കെ കയറിയിട്ട് നല്ല തണുപ്പുണ്ടായിരുന്നു പക്ഷേ കയറി വന്നപ്പോൾ ഇപ്പോൾ ഏകദേശം മഴക്കാറുണ്ട് കയറിയപ്പോൾ നല്ല ചൂടായി ചൂടെടുത്ത് വേർത്ത് കുളിക്കാതാണ് ഞാൻ അത് ഊരിയിട്ട് ഇപ്പോൾ ഡ്രസ്സ് മാറ്റിയതാണ് പിന്നെ വേറെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യാനുക്കുട്ടന് എവിടെ പോയിട്ടുണ്ടെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ഒരു സാധനം വ്യാനുക്കുട്ടന് കൊടുക്കും മിഠായോ ടോയ്സോ വെറുതെ കൊടുക്കും അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ വെറുതെ കൊടുക്കും ഇപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു പാക്കറ്റ് എന്താ ചോക്ലേറ്റ് അല്ല അതിൻ്റെ ഉള്ളിൽ ഒരു ബിസ്ക്കറ്റ് പോലത്തെ സാധനമാണ് അവിടുത്തെ ചേച്ചി ഞങ്ങളൊരു നാരങ്ങ സോഡ കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി അപ്പോൾ അവിടുത്തെ ചേച്ചി വെറുതെ കൊടുത്തു 30 രൂപ ടൈം വെറുതെ കൊടുത്തിട്ട് അതും കൊണ്ട് അവനെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് അതും പിടിച്ച് നടക്കുമ്പോൾ തടഞ്ഞ് ഉരുണ്ട് കെട്ടി വീണ് മൊത്തം പോയി നിലത്ത് എന്നിട്ടിപ്പോൾ അത് കരഞ്ഞു വിളിച്ചിട്ട് അതേപോലത്തെ ഒന്ന് കുഞ്ഞത് വാങ്ങിക്കൊടുത്തത് എന്നിട്ടിപ്പോൾ അത് ആശാൻ ഡ്രസ്സൊക്കെ മാറി മെല്ലെ ഓരോന്ന് അടിക്കുന്നുണ്ട് അത് കരച്ചിലായിരുന്നിട്ട് ഞാൻ ചേച്ചി അങ്ങനെ കൊടുത്തല് അവന് വേണ്ടിയിട്ട് കൊടുത്താ അപ്പോൾ പോയപ്പോൾ ഭയങ്കര സങ്കടമായി അല്ലേ അത് മൊത്തം തിന്നണ്ട മിഠായി മൊത്തം തിന്നരുത് കേട്ടോ മൊത്തം തിന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ് പാവ് വരും പപ്പയ്ക്കും കൊണ്ടുവന്നു നമുക്ക് കുഴപ്പമില്ല എന്നാ അങ്ങോട്ട് പോവാം നമുക്ക്
വാ. അങ്ങനെ പൈൻ ഫോറസ്റ്റ് വിസിറ്റ് ചെയ്ത് തിരിച്ചു വന്നു. ഇനി ഇപ്പോൾ സമയം ഏകദേശം 11 മണിയായി. ഇനി നമ്മുടെ ഇവിടുന്ന് ഒരു ഏകദേശം 15 കിലോമീറ്റർ മാറിയിട്ട് പുള്ളിക്കാനം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിയപ്പോൾ അവിടെ കുറച്ച് സ്പോട്ടുകൾ കണ്ടു. അപ്പോൾ ഒന്ന് പോയി നോക്കാം. എന്തായാലും ഇവിടം വരെ വന്നല്ലേ, ഒരു 15 കിലോമീറ്റർ ഇവിടുന്ന് ട്രാവൽ ചെയ്താൽ മതി. അപ്പോൾ വാഗമൺ ടൗൺ കഴിഞ്ഞിട്ട് ഒരു 15 കിലോമീറ്റർ പോകണം. അപ്പോൾ ഒന്ന് എന്തായാലും പോയി നോക്കാം. അവിടെ പോയിട്ടുള്ള വിശേഷങ്ങൾ അടുത്ത് കാണാം. ചാടി കളഞ്ഞടി, ഒരു കൂസലെടുത്തങ്ങ് ചാടിക്കളഞ്ഞു. എന്നാ തവളയല്ല തവള തരാം. തവള ഇവിടെ വന്നില്ലടാ. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇവിടെ നിന്ന് മെല്ലെ തിരക്കാൻ നോക്കുകയാണ്. ഏകദേശം സമയം 12 മണിയോടടുത്തു. അപ്പോൾ ഇവിടെ പെട്രോൾ പമ്പില്ല. ഇവിടെ ജീപ്പുകാരോട് ചോദിച്ചപ്പോൾ പെട്രോൾ പമ്പില്ല. അപ്പോൾ ഇനി പെട്രോൾ അടിക്കണമെങ്കിൽ താഴെ പോകണം. ഏകദേശം വാഗമണിൽ എവിടെ ഏരിയയില്ല, ബ്ലാക്കിന് മാത്രമേ പെട്രോൾ കിട്ടുള്ളൂ എന്ന് പറഞ്ഞത്. വണ്ടിയിൽ കുറച്ച് പെട്രോൾ കുറവാണ്. എന്നാലും താഴെ എത്താൻ ഒരു 10-70 കിലോമീറ്റർ ഓടാനുള്ള പെട്രോൾ ഉണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം വാഗമണിൽ നിന്ന് ഞങ്ങൾ മെല്ലെ പോവാണ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ.